ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേടായ ഒരു സെർവോ മോട്ടർ എങ്ങനെ നന്നാക്കി എടുക്കാമെന്നാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടുകൂടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇതൊരു കുഞ്ഞു മൈക്രോ സെർവോ മോട്ടറാണ്. ഇത് RC റോബോട്ട്, RC കാറ്, RC പ്ലെയിൻ എന്നിവയിൽ സാധാ ഉപയോഗിച്ച് വരുന്നത്. ഇത് നമ്മുടെ വലിയൊരു കാറിൻ്റെ പവർ സ്റ്റിയറിങ്ങായിട്ടൊരു ചെറിയ കണക്ഷനുണ്ട്. പവർ സ്റ്റിയറിങ്ങിൻ്റെ അതേ പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ ചെറിയൊരു സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് അതുപോലെ തന്നെ അത് കറക്റ്റ് ലോഡ് ചെയ്യും. നമ്മുടെ RC റോബോട്ട് ഒരു കാറാണെങ്കിൽ ലെഫ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആ സിഗ്നൽ കൊടുക്കുന്നതെന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കും. എവിടെ നിൽക്കുന്നത് വെച്ചാൽ കറക്റ്റ് അവിടെ നിൽക്കും. സെൻറ്ററിലാണെങ്കിൽ സെൻറ്ററിൽ, റൈറ്റിലാണെങ്കിൽ റൈറ്റിൽ. ഇത് PWM സിഗ്നൽ ആണ് ഇതിന് വേണ്ടത്. ഇത് ICയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ PWM സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 0 to 180 ഡിഗ്രി വരെയാണ്. നമുക്ക് ഏത് സിഗ്നൽ എത്ര ഡിഗ്രിയാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആ സിഗ്നലിൽ അത് അവിടെ നിൽക്കും. ഇതിൽ സാധാ ഒരു ചെറിയൊരു മൈക്രോ മോട്ടറും അതിനോടനുബന്ധിച്ച് ഒരു പൊട്ടൻഷ്യോമീറ്ററും ഉണ്ട്. നമ്മൾ ICയിൽ നിന്ന് വരുന്ന സിഗ്നൽ ഈ മോട്ടറിലേക്ക് പ്ലസും മൈനസും ചെല്ലുമ്പോൾ കറങ്ങുകയും അത് എത്ര ഡിഗ്രിയാണ് കറങ്ങേണ്ടത് എന്ന് നമ്മൾ PWM സിഗ്നലിൻ്റെ സിഗ്നൽ അനുസരിച്ച് ആ മോട്ടർ കറങ്ങുകയും ചെയ്യുന്നു. കറങ്ങിയാണ്ട് ഏതാണ് നിൽക്കേണ്ടത് വെച്ചാൽ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മുകളിലാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ. പൊട്ടൻഷ്യോമീറ്റർ തിരികുകയും ആ പൊസിഷനിലെത്തുമ്പോൾ അവിടെ നിൽക്കുകയും ചെയ്യും. ഇതിനോടനുബന്ധിച്ച് ഈ ഗിയർ മോട്ടറിൽ നിന്ന് ഘടിപ്പിച്ച ഗിയറാണ് ഇതിൻ്റെ മെയിൻ എൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിൽ 3 വയസ്സാണ്. ബ്രൗണ്, റെഡ്, യെല്ലോ. 3 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്നത്. DC വോൾട്ടാണ്. 3 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാം. ബ്രൗൺ വയർ നെഗറ്റീവ് സപ്ലൈയും, റെഡ് വയർ പോസിറ്റീവ് സപ്ലൈയും, യെല്ലോ വയർ അതിൻ്റെ സിഗ്നലാണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിമോട്ട് കൺട്രോളിൽ വരുന്ന സിഗ്നലോ അല്ലെങ്കിൽ സെർവോ കൺട്രോളിൽ നിന്നുള്ള സിഗ്നലോ ആവാം. ഈ ഒരു സെർവോ മോട്ടർ വർക്ക് ചെയ്യാത്തതിന് കാരണം തന്നെ ഇതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ കട്ടായതുകൊണ്ടാണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് നെഗറ്റീവ് വയറും, രണ്ടാമതൊരു അതിൻ്റെ പോസിറ്റീവ് വയറും, അവസാനം വരുന്നത് അതിൻ്റെ സിഗ്നൽ വയറുമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ IC. സിഗ്നൽ വരുന്നത് ഈ ICയിലേക്കാണ്. ഈ IC വരുമ്പോൾ നമുക്ക് കണക്ഷൻ വരുന്നത് ഈ ഒരു മോട്ടറിലേക്കാണ്. ഇതാണ് ഈ ഗ്രീൻ കളറിലാണ് പൊട്ടൻഷ്യോമീറ്റർ. ഈ മോട്ടർ കറങ്ങുന്ന സമയത്ത് തന്നെ ഈ ഗിയർ ബോക്സുമായിട്ട് ഇതിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. നടുക്കുള്ള ഈ ഹോളിലേക്ക് അതിൻ്റെ പൽചക്രത്തിലെ ഒരു ഭാഗം കറങ്ങുന്നതനുസരിച്ച് ആ പൊട്ടൻഷ്യോമീറ്ററും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആ പൊട്ടൻഷ്യൽ അവിടെ നിൽക്കും. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് അതിലേക്കുള്ള വാല്യൂ കൊടുക്കുന്നത്. ബോർഡിൽ നിന്ന് വിട്ടുപോയ 3 കണക്ഷനുകൾ നമ്മൾ യഥാസമയം കണക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വരുന്നത് ബ്രൗൺ വയർ അതിൻ്റെ നെഗറ്റീവ് വയർ, രണ്ടാമത് റെഡ് വയർ അതിൻ്റെ പോസിറ്റീവ്, മൂന്നാമത് യെല്ലോ വയർ അതിൻ്റെ സിഗ്നൽ കണക്ഷനാണ്.